കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി സംഘടനകളായ SFIയും KSUവും MSFും അടിക്കാനും തിരിച്ചടിക്കാനുമുള്ള തീരുമാനങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ വീണ്ടും ചോരക്കളങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് തീർച്ചയായി. തൃശൂർ മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടായ സംഘർഷങ്ങളെ തുടർന്നാണ് അടിയുടെയും തിരിച്ചടിയുടെയും പുത്തൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ പിന്നെ സംഘടന കാണില്ലെന്ന മാർക്സിസ്റ്റ് ആചാര്യൻ MM മണിയുടെ പ്രഖ്യാപനം ഇപ്പോൾ കോൺഗ്രസുകാരും വേദവാക്യമാക്കുകയാണ്. വിദ്യാർത്ഥി യൂണിയൻ ഭരണം തങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഭരണം കിട്ടുന്നവരെ സമാധാനപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തവരാണ് SFIക്കാർ എന്നത് KSUവിന്റെയോ MSFിന്റെയോ മാത്രം കുറ്റപ്പെടുത്തലല്ല. BJPയുടെ ABVPക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാമുള്ള നിരീക്ഷണമാണ്. അതുകൊണ്ട് BJPക്കാരുടെ കുട്ടികളും പോപ്പുലർ ഫ്രണ്ടുകാരും നേരത്തെ തന്നെ തിരിച്ചടിച്ചു തുടങ്ങി. എറണാകുളം മഹാരാജാസ് കോളേജിലുണ്ടായ അഭിമന്യു വധം അത്തരത്തിൽ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനായി ക്യാമ്പസ് ഫ്രണ്ടുകാർ നടത്തിയ തിരിച്ചടി കൂടിയാണ്. ABVPയും ശരിക്കും തിരിച്ചടിക്കും. അതുകൊണ്ട് ഇപ്പോൾ SFIക്കാർക്ക് അവരെ പേടിയുണ്ട്. ഇവർക്കിട്ട് കൊടുത്താൽ കൊല്ലത്തും തിരിച്ചടിക്കും എന്ന് അടിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് അവരുടെ പ്രവർത്തകരെയോ കൊടിമരത്തെയോ പോലുമോ തൊടാൻ 2 വട്ടം ആലോചിക്കും. ഈ സമീപനം തങ്ങളോടും ഉണ്ടാക്കാനുള്ള ഉറച്ച തീരുമാനമാണ് KSU പ്രഖ്യാപിച്ചത്. നവകേരള സദസ് യാത്രയെ കരിങ്കൊടി കാണിച്ചവരെ ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും അടിച്ച സഖാക്കളെ ന്യായീകരിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇത്തരം തീരുമാനങ്ങളിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ നയിക്കപ്പെടുന്നതാണോ തെറ്റ്? ക്യാമ്പസിലെ കലാപങ്ങളെക്കുറിച്ച് മാതൃഭൂമി ചാനൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത KSU നേതാവ് മുഹമ്മദ് ഷമാസ് ഒരു മടിയും ഇല്ലാതെ തീർത്തു പറഞ്ഞു, അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഒരിക്കൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായിരുന്ന ആങ്കർ അഭിലാഷ് ഷമാസിനെ തിരുത്താൻ നടത്തിയ എല്ലാ നീക്കത്തെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിന്നു. MSFിനു വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത PK നവാസും അതേ നിലപാട് തന്നെ പ്രഖ്യാപിച്ചു. SFIക്ക് വേണ്ടി വന്ന അഫ്സൽ SFIക്കാരല്ല, മറ്റുള്ളവരാണ് കുറ്റക്കാർ എന്ന് സമർത്ഥിക്കുകയായിരുന്നു. 3 സംഘടനയെയും പ്രതിനിധീകരിച്ചത് കേരളത്തിലെ ഒരു സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരായിരുന്നു എന്നത് കേരളത്തിലെ നാളത്തെ സമൂഹ നേതൃത്വം ആരുടെ കയ്യിലായിരിക്കും എന്നതിന്റെ സൂചനയുമായി. എല്ലാ വിദ്യാർത്ഥി സംഘടനയ്ക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാനും കായികശേഷിയിലൂടെ എതിരാളികളെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം അവസാനിപ്പിക്കുവാനും എല്ലാ സംഘടനകളും അവരെ നയിക്കുന്ന പാർട്ടികളും തീരുമാനിക്കേണ്ടത് അടിയന്തര ആവശ്യമായി. KSUവും MSFും ചേർന്ന് ഭരിക്കുന്ന കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ D-സോൺ കലോത്സവത്തെക്കുറിച്ച് SFIക്കാർ ഉയർത്തിയ ആക്ഷേപങ്ങൾ സത്യമാണോ എന്നറിയില്ല. എല്ലാം വിദ്യാർത്ഥി സംഘടനകൾ തന്നെ തീരുമാനിക്കുന്ന ഇക്കാലത്ത് സത്യം അറിയുന്നതും ദുഷ്കരമാണ്. ഏത് സംഘടന ഭരിച്ചാലും അതാണ് സ്ഥിതി. അധ്യാപകർ വിദ്യാർത്ഥികളെക്കാൾ രാഷ്ട്രീയ ചായ്വുള്ളവരായതുകൊണ്ട് അവർ പറയുന്നതും വിശ്വസിക്കാനാവില്ല. മത്സരങ്ങൾ വൈകുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘടനത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കേരളവർമ്മ കോളേജിലെ SFI പ്രവർത്തകനെ KSUക്കാർ മർദ്ദിക്കുന്ന വീഡിയോ SFIക്കാർ പുറത്തുവിട്ടു. പരിക്കേറ്റവരെ മാളയിലെയും ചാലക്കുടിയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് സഖാക്കൾ ആക്രമിച്ചു. ഇത് KSUവിന്റെ രീതിയാണ് എന്ന് SFIക്കാർ പറയുന്നു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ KSUവിന്റെ കുത്തകയായിരുന്ന കാലത്ത് തൃശൂർ കുട്ടനെല്ലൂർ സർക്കാർ കോളേജിലെ കൊച്ചനിയനെ കൊന്നു. അവർ ഓർമ്മിപ്പിച്ചു. ഏതായാലും കലോത്സവം സംബന്ധിച്ച് പല പരാതികൾ ഉണ്ടായി. ചോദ്യം ചെയ്തവരെ KSUക്കാർ മർദ്ദിച്ചു. SFIക്കാർ തിരിച്ചടിച്ചു. കലോത്സവം അലമ്പി. പരാതിക്കാർക്ക് അത്രയുമായിരുന്നിരിക്കണം ലക്ഷ്യം. ഇത്തരം പരാതികൾ SFI നടത്തുമ്പോഴും ഉണ്ടാവാറുണ്ട്. 2023 കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അങ്ങനെയാണ് അലമ്പിയത്. 2024 മാർച്ച് 7 മുതൽ 11 വരെ ആയിരുന്നു യുവജനോത്സവം. പാലസ്തീൻ തീവ്രവാദികളോട് അനുഭാവം പ്രകടിപ്പിച്ച് യുവജനോത്സവത്തിന് ഇത്തിഫദ എന്ന് പേരിട്ടത് മുതൽ തുടങ്ങി മുടക്കായി. ABVP എതിർത്തു. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം. SFI തിരിച്ചടിച്ചു. പുലർച്ചെ 4 മണി വരെ നീണ്ട ദിവസങ്ങളുണ്ട്. അവിടെ മാർഗം കളിയിലും തിരുവാതിരകളിലും ജഡ്ജിമാർക്കെതിരെ ആരോപണം ഉയർന്നു. യൂണിയൻ പോലീസിൽ പരാതി കൊടുത്തു. അതിനു മുമ്പ് SFIക്കാർ തന്നെ ചോദ്യം ചെയ്തു. ജഡ്ജിമാരുടെ മൊബൈലിൽ നിന്നും വിവരങ്ങൾ കിട്ടി. മാർക്കിടാൻ വന്ന ഷാജി, ഷിബിൻ,
ജോമെറ്റ്, ഇടനിലക്കാരൻ സൂരജ് എന്നീ 4 പേരെ പോലീസ് മാർച്ച് 11 അറസ്റ്റ് ചെയ്തു വിട്ടു. പക്ഷേ മാർച്ച് 14 അവരിൽ ഒരാളായ PN ഷാജി കണ്ണൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. SFIക്കാരാണ് ഷാജിയെ കൊന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. യുവജനോത്സവ തർക്കങ്ങളുടെ ഭാഗമായി SFIക്കാരും KSUക്കാരും തമ്മിൽ സംഘട്ടനം നടന്നു. 2 SFIക്കാർക്കെതിരെയും 1 KSUക്കാരനെതിരെയും അന്ന് കേസെടുത്തു. അവസാനം വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ യുവജനോത്സവം സസ്പെൻഡ് ചെയ്തു. തൃശൂരിലെ ഡിസോൺ കലോത്സവത്തിലെ KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI പിറ്റേന്ന് പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. സമരം നടത്തിയവർ എതിരാളികളുടെ കൊടിമരം നശിപ്പിക്കുന്നതിന്റെ വിഷ്വലുകൾ ഉണ്ടായിരുന്നു. കൊടിമരം നശിപ്പിക്കപ്പെട്ടവർക്ക് ഇനി പ്രതിഷേധിക്കാം, അല്ലാതെ അവർക്ക് നിലനിൽക്കാനാവുമോ? എതിരാളികളുടെ കൊടിമരം നശിപ്പിക്കാം, അടിയുണ്ടാവാം. സമരം നടത്തിയവർ കണ്ണൂർ സർവകലാശാലയുടെ പാളയാട് ക്യാമ്പസിൽ ഹോസ്റ്റൽ മുറിയിൽ കടന്നു ചെന്ന് ഉച്ചയ്ക്ക് 1:30 ബിദുൽ ബാലൻ എന്ന നിയമ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് അവശനാക്കി. സമരരംഗത്തല്ല, ഹോസ്റ്റൽ മുറിയിലാണ് ആക്രമണം നടത്തിയത്. കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. ആ ഷമാസ് ആണ് രാത്രി ചാനലിൽ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുന്നത്. ഒരു കൂട്ടർ കൊടിമരം നശിപ്പിക്കട്ടെ, ഹോസ്റ്റലിൽ കയറി മറ്റുള്ളവർ എല്ലാം സഹിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കുമോ? അവർ ആ സംഘടനയിൽ നിൽക്കുമോ? മലപ്പുറം സോണൽ കലോത്സവത്തിന് പരാതി കൊടുക്കാൻ പോയ പ്രവർത്തകരെ MSFകാർ മർദ്ദിച്ചതായും SFI പരാതിപ്പെട്ടു. അതാണ് സത്യമെങ്കിൽ അവർ തിരിച്ചടിക്കില്ലേ? കൂടുതൽ അപകടകരമായ മറ്റൊരു മുന്നറിയിപ്പും വന്നു. വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ യുവജനങ്ങൾ ഇറങ്ങും. CPM യുവജന സംഘടനയായ DYFIയുടേതാണ് മുന്നറിയിപ്പ്. അങ്ങനെ വന്നാൽ എന്താവും സ്ഥിതി? ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. 2022 ജനുവരി 22 ഇടുക്കിയിലെ പൈനാവ് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSUക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ പോയ നിഖിൽ പൈലിയുടെ കഥ കേരളത്തിന് അറിയാം. യൂത്ത് കോൺഗ്രസുകാരനായിരുന്നു നിഖിൽ. പൈലിയെയും സംഘത്തെയും SFIക്കാർ ഓടിച്ചു. ഓടി രക്ഷപ്പെടാൻ പോലും സമ്മതിക്കാത്ത വിധം വളഞ്ഞു എന്നായപ്പോൾ നിഖിൽ കത്തിയെടുത്തു. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 7ാം സെമസ്റ്റർ വിദ്യാർത്ഥി തളിപ്പറമ്പുകാരൻ ധീരജ് രാജശേഖരൻ കൊല്ലപ്പെട്ടു. SFIക്കാരനായ അമൽ അഭിജിത്ത് പരിക്കേറ്റു. കുത്തേറ്റ് വീണവരെ ആശുപത്രിയിൽ എത്തിക്കാനല്ല, പരിക്കേറ്റ് കിടന്ന് ചോര വാർന്ന് പോകുവാനാണ് SFI നോക്കുന്നതെന്ന് KSU കുറ്റപ്പെടുത്താറുണ്ട്. അവർക്ക് വേണ്ടത് രക്തസാക്ഷികളെയാണ്. കോളേജ് ക്യാമ്പസിന് പുറത്താണ് സംഘട്ടനവും കൊലപാതകവും നടന്നത്. നിഖിൽ പൈലിയെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് നേതാവ് K സുധാകരൻ പ്രതിരോധിച്ചു. ഇരന്നു മേടിച്ച മരണം എന്നാണ് ധീരജിന്റെ മരണത്തെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത്. മക്കളെ പഠിക്കുവാൻ വിടുന്ന മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന വേദന ഈ സംഘടനക്കാർക്ക് അറിയുമോ? ചേട്ടന്മാർ അനിയന്മാരെ സഹായിക്കുവാൻ ക്യാമ്പസിൽ കയറുന്നതും പുറത്ത് കൂടുന്നതും എല്ലാം ഉണ്ടാക്കാൻ ഇടയുള്ളത് വലിയ ആപത്തുകളാണ്. സമാധാനപരമായി യൂണിയൻ പ്രവർത്തനം നടത്തുവാൻ എന്തേ കുട്ടികൾക്കാവുന്നില്ല? യൂണിയൻ പിടിച്ചവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നതാണ് മര്യാദ, ജനാധിപത്യം. ഞാൻ എന്റെ സംഘടന പറയുന്നത് എല്ലാവരും കേൾക്കണം എന്ന് ശഠിക്കുന്നത് ജനാധിപത്യമല്ല, സ്വേച്ഛാധിപത്യമാണ്. തങ്ങൾ പറയുന്നത് അനുസരിക്കാത്ത സ്വന്തം സംഘടനക്കാർക്കെതിരെ പോലും കത്തിയെടുക്കും SFI നേതാക്കൾ. 2019 ജൂലൈ 12 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫൈനൽ ഇയർ BA വിദ്യാർത്ഥിയായിരുന്ന അഖിൽ ചന്ദ്രൻ എന്ന SFIക്കാരന് കോളേജ് അങ്കണത്തിൽ വെച്ച് നട്ടുച്ചയ്ക്ക് 11:30 കുത്തേറ്റു. കുത്ത് കൊണ്ടവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. പകരം ചോരയും ഒഴുക്കി ക്യാമ്പസിലൂടെ നടത്തിച്ചു. ഇത് SFIയുടെ സ്ഥിരം പരിപാടിയാണ്. പരിക്കേറ്റവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കുക. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കളായ ശിവ രഞ്ജിത്ത്, നസീം അടക്കം 6 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കേരള സർവകലാശാലയുടെ ഒരു കെട്ട് ഉത്തരക്കടലാസുകൾ കിട്ടി. വിശദീകരണം ഇല്ലാത്ത യാഥാർത്ഥ്യങ്ങൾ. അവസാനം SFI യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് പിരിച്ചുവിട്ടു. 2 ദിവസത്തിനകം 17 അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. അതിൽ കുത്തേറ്റ അഖിലും അംഗമായിരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ വികലാംഗനായ ഒരു കുട്ടിയെ ക്യാമ്പസിൽ മർദ്ദിച്ചതിന് 4 SFIക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കാലുവയ്യാത്ത ആ കുട്ടിയോട് മരത്തിൽ കയറാൻ SFIക്കാർ ആവശ്യപ്പെട്ടു പോലും.
അതിന് തയ്യാറാകാതിരുന്നപ്പോൾ യൂണിയൻ റൂമിൽ കൊണ്ടുപോയി കൈകാര്യം ചെയ്തു. എറണാകുളം മഹാരാജാസ് കോളേജിൽ കാഴ്ചയ്ക്ക് പരിമിതിയുള്ള പീയൂഷ് എന്ന അധ്യാപകനെയും ക്ലാസ് മുറിയിൽ വെച്ച് അപമാനിച്ചത് KSUക്കാരായിരുന്നു. 2024 ഫെബ്രുവരി 18 വെറ്റിനറി സർവകലാശാലയുടെ പൂക്കോട് ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന 20കാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിൽ പ്രതികൾ SFIക്കാരായിരുന്നു. 2021 ഒക്ടോബറിൽ MG സർവകലാശാല സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഇലക്ഷൻ സമയത്ത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISFന്റെ വനിതാ നേതാവ് നിമിഷ രാജുവിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതിന് പ്രതിപട്ടികയിലുള്ളത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അടക്കം ഉള്ളവരാണ്. നിമിഷ രാജുവിനെ ആക്രമിക്കുക മാത്രമല്ല ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു എന്നാണ് നിമിഷയുടെ പരാതി. SFI ആക്രമണത്തിൽ പരിക്കേറ്റ സഹദിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും SFIക്കാർ തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തതായി നിമിഷ പറഞ്ഞു. ഞങ്ങൾക്ക് മത്സരിക്കുവാനുള്ള അവകാശമില്ലേ? അവർ ചോദിച്ചു. ഇവർ RSSകാരെ പോലെ പെരുമാറുകയാണ്. എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു, നിമിഷ കുറ്റപ്പെടുത്തി. SFIക്കാരുടെ ആക്രമണ ഭീഷണി മൂലം ആ തെരഞ്ഞെടുപ്പിൽ KSU മത്സരിച്ചില്ല. എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന PM ആർഷോ, ജില്ലാ സെക്രട്ടറി അമൽ, ശിവൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് KM അരുൺ തുടങ്ങി 10 SFI പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. 40 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. അപകടകരമാണ് ഈ പ്രവണതകൾ. മൃഗീയ സംസ്കാരത്തിലേക്ക് മടങ്ങുന്നത് മനുഷ്യന് നിരക്കുന്നതല്ല. എല്ലാ പാർട്ടിക്കാരും കർശനമായി നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും. SFIയെ നിയന്ത്രിക്കണം എന്ന CPM സമ്മേളനങ്ങളിൽ പോലും നിർദ്ദേശം ഉയരുന്നത് ഗൗരവത്തോടെ വീക്ഷിക്കണം. SFIക്കാർ കൈക്കരുത്തിലൂടെ ജനാധിപത്യ വിദ്യാർത്ഥി സംഘടനകളെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ക്യാമ്പസുകളിൽ ശക്തമാകുന്നത് വർഗീയ സംഘടനകളാവും. അഭിമന്യുമാർ ഇനിയും ഉണ്ടാവരുത്. അക്രമികൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം. അക്രമം നടത്തി നേതാവാവാം എന്ന ചിന്ത ആപത്താണ്. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. 2024 രൂപീകരിച്ചുകൊണ്ട് VC മോഹൻ കുന്നുമ്മൽ ഉത്തരവിറക്കുന്നില്ല. യൂണിയൻ തെരഞ്ഞെടുപ്പ് കേസ് ഹൈക്കോടതിയിൽ എത്തിയതാണ് വിഷയം. 2024 സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ SFI ജയിച്ചതായി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ KSU റീ ഇലക്ഷൻ ആവശ്യപ്പെട്ടു. കോടതിയെ സമീപിച്ചു. ബാലറ്റ് പേപ്പറുകൾ നശിപ്പിക്കപ്പെട്ടു. കേസ് തീർപ്പാക്കാതെ നീളുന്നു. 2025 ഫെബ്രുവരിയിൽ യുവജനോത്സവം നടക്കേണ്ടതാണ്. പക്ഷേ ഒന്നും നടക്കുന്ന ലക്ഷണമില്ല. SFI എത്ര നിർബന്ധിച്ചിട്ടും VC വഴങ്ങുന്നുമില്ല. SFIക്ക് അനങ്ങാനാവുന്നില്ല. കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അലേക്കർ പിണറായി സ്തുതികളുമായി പ്രത്യക്ഷപ്പെടുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താവുമോ ആവോ? ആരിഫ് മുഹമ്മദ് ഖാനും ആദ്യം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ പിൻവലിക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവരുവാൻ തക്കവിധം നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന്റേത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഓണററി ഡോക്ടറേറ്റ് നൽകണം എന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ആവശ്യം ഇടതുപക്ഷം തള്ളിയതാണ് വിഷയമായത്. അതുകൊണ്ട് അദ്ദേഹം ശരിക്കും കളിച്ചു. കേരളത്തിലെ മിക്കവാറും സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ ഇല്ല. ഡിജിറ്റൽ സർവകലാശാലയിൽ പിണറായി വേട്ടയാടുന്ന സിസ തോമസ് ആണ് വൈസ് ചാൻസലർ. പുതിയ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ പിണറായിയെ സ്തുതിച്ചു. മുൻ മുഖ്യമന്ത്രി VSനെ വീട്ടിൽ പോയി കണ്ടു. SFIക്കാർ ഈ ചാൻസലറെ ഉപദ്രവിക്കില്ല എന്ന് വന്നതുകൊണ്ടാവണം കേന്ദ്രസേനയുടെ പ്രത്യേക സംരക്ഷണം അലേക്കർ പിൻവലിച്ചു. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ എന്താകുമോ നിലപാടുകൾ? സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങളിൽ പരമാധികാരം ഗവർണർക്കാണെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട്. UGCയും സുപ്രീം കോടതിയും പലവട്ടം വ്യക്തമാക്കിയ കാര്യമാണിതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജനുവരി 10 ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. കേന്ദ്ര സർക്കാരിന് ഗവർണർ വഴി സർവകലാശാലകളുടെ ഭരണത്തിൽ വലിയ അധികാരം ഉറപ്പാക്കുന്ന UGCയുടെ പുതിയ മാർഗരേഖ എല്ലാ വിഭാഗക്കാരുടെയും എതിർപ്പ് വിളിച്ചുവരുത്തിയ സാഹചര്യമുണ്ട്. അലേക്കർ അറിയപ്പെടുന്ന RSSകാരനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതുതന്നെ ആകാനാണ് സാധ്യതയും. മാങ്ങയുടെ പുളി അറിയാൻ കാത്തിരിക്കണം. ഇതെല്ലാം മധുവിധുകാലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. കേരളത്തിൽ 2026 കോൺഗ്രസ് ഭരണം തിരിച്ച് വരാതിരിക്കുവാനുള്ള
കളികൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളാണോ അലേക്കർ എന്നും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വനം നിയമം പിൻവലിച്ചുകൊണ്ട് പ്രതിച്ഛായയിൽ ഉണ്ടായിരുന്ന കളങ്കത്തിന് കുറെ മാറ്റം വരുത്തിയ ഇടതുമുന്നണി പക്ഷേ ഓരോ പ്രവൃത്തികളിലൂടെയും വീണ്ടും പ്രതിച്ഛായയിൽ പുതിയ കറകൾ വീഴ്ത്തുകയാണ്. വയനാട്ടിലെ കടുവ വേട്ടയ്ക്കിടെ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി വനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടകനായത് സർക്കാരിന് നാണക്കേടായി. കടുവ ഒരാളുടെ ജീവനെടുത്ത മാനന്തവാടിയിൽ മന്ത്രി എത്താത്തതിൽ രോഷാകുലരായ ജനം നിൽക്കുമ്പോഴാണ് ഫാഷൻ ഷോയിലെ പാട്ട്. റോം വെന്തരിഞ്ഞപ്പോൾ വീണ വായിച്ച് രസിച്ച നീറോയുടെ മനസ്സ്. അവതാരകയുടെ ആവശ്യം അനുസരിച്ചായിരുന്നു പാട്ട്. റാമ്പ് വാക്ക് നടത്താനായിരുന്നു ആദ്യത്തെ അഭ്യർത്ഥന. അത് നിരസിച്ച മന്ത്രിയോട് പാട്ടുപാടാൻ അഭ്യർത്ഥിച്ചു. 2 മിനിറ്റോളം മന്ത്രി പാടി. ഹണി ട്രാപ്പിൽ ഒരിക്കൽപ്പെട്ട മന്ത്രി ഇക്കുറി അവതാരകയുടെ വാക്കിൽ കുടുങ്ങി. തനിക്ക് തെറ്റിപ്പോയെന്ന് പിറ്റേന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്തു സംഭവിച്ചാലും ഉടനെ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് ആ ആവശ്യത്തിന് വില കളഞ്ഞ പ്രതിപക്ഷം ഇക്കാര്യത്തിലും രാജി ആവശ്യപ്പെട്ടു. സ്വന്തം പാർട്ടി പറഞ്ഞിട്ട് രാജിവെക്കാത്തവനാണ് മന്ത്രി. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ബലം. അദ്ദേഹം കൊണ്ടുവന്ന വനം നിയമം പിൻവലിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ഒരു ലജ്ജയും ഉണ്ടാവാത്തവനാണ് അദ്ദേഹം. ഇത്തരം മന്ത്രിമാർ തുടരുന്നതാണ് ജനാധിപത്യ മുന്നണിക്ക് നല്ലത്. വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയെ പരസ്യമായി തള്ളിക്കൊണ്ട് മണിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി കാര്യത്തിൽ കൃഷ്ണൻകുട്ടി മന്ത്രി പറഞ്ഞതിന് ഘടകവിരുദ്ധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നിലപാടെടുത്തത്. പത്തനംതിട്ടയിലെ കാറോ ബാൻഡം കമ്പനി നിർമ്മിച്ചു നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. BOOT, അതായത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പദ്ധതിയാണിത്. കഴിഞ്ഞ മാസം കാലാവധി കഴിഞ്ഞ പദ്ധതി വൈദ്യുതി ബോർഡിന് കൈമാറേണ്ടതുണ്ട്. 14 മെഗാവാട്ട് വൈദ്യുതിയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതവർ തുടർന്നും നടത്തട്ടെ, പിണറായി പറഞ്ഞു. ഘന വ്യവസായങ്ങൾക്ക് വേണ്ടി സ്വന്തം വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കാറോ ബാൻഡം കമ്പനി ഈ പദ്ധതി ഉണ്ടാക്കിയത്. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. മറ്റു പല കമ്പനികളും ഇത്തരം നിർദ്ദേശവുമായി വന്നെങ്കിലും നടന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ നല്ല വ്യവസായ അന്തരീക്ഷം ഉള്ളതിന് അടയാളമായി അവർക്ക് തുടർന്നും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സർക്കാർ അനുമതി കൊടുക്കുന്നു. മണിയാർ പദ്ധതിയുടെ ഭരണം കൂടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന KCBക്ക് കൊടുക്കണ്ട എന്ന് പിണറായി തീരുമാനിച്ചു കാണും. ഇതറിഞ്ഞിട്ടും കൃഷ്ണൻകുട്ടി എന്തേ മറിച്ച് ഒരു നിലപാട് എടുത്തു എന്നതാണ് മനസ്സിലാകാത്ത വിഷയം. അടുത്ത കാലത്ത് ജനതാദൾ S യോഗത്തിൽ ഒരു തമാശ നടന്നതായി വാർത്ത വന്നു. അവിടെ മന്ത്രി K കൃഷ്ണൻകുട്ടിയെ മാറ്റണം എന്ന് പാർട്ടിയുടെ 9 ജില്ലാ പ്രസിഡന്റുമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അത് കേട്ട് സംസ്ഥാന പ്രസിഡന്റ് മാത്യു T തോമസ് PC ചാക്കോയുടെ ഗതി ഓർത്താവണം ഇല്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ചു. ആ ചർച്ച താൻ വീറ്റോ ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുവത്രേ. അത് കേട്ട നേതാക്കൾ ആർത്തു ചിരിച്ചു കാണും. ഇദ്ദേഹം UN സെക്യൂരിറ്റി കൗൺസിൽ അംഗമോ? പക്ഷെ മാത്യു ടിക്ക് അറിയാം പിണറായിയെ പിണക്കി ഒന്നും നടക്കില്ലെന്ന്. പിണറായി ഇല്ലാതെ എന്ത് ജനതാദൾ, എങ്ങനെ ജനതാദൾ? കർണാടകത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും BJP മുന്നണിയിൽ കക്ഷിയായവരുടെ കേരളത്തിലെ ഘടകമാണ് മാത്യു ടിയും കൃഷ്ണൻകുട്ടിയും. ഇവർ ഇടതുമുന്നണിയിൽ തുടരുന്നത് തന്നെ പിണറായിക്ക് മാജിക്കാണ്. CPM ഔദാര്യത്തിൽ മാത്രം ജീവിക്കുന്നവർ. പിണറായിയുടെ കരുണ കൊണ്ട് മാത്രമാണ് മന്ത്രിസഭയിലും മുന്നണിയിലും കഴിയുന്നത്. 14 ജില്ലാ പ്രസിഡന്റുമാർ എതിർത്താലും പിണറായി പറയുന്നവനെ മന്ത്രിയാകാനാവൂ. അതാണ് സ്ഥിതി. വെറുതെ പ്രമേയം പാസാക്കി PC ചാക്കോ ആകുന്നത് എന്തിന്? കൃഷ്ണൻകുട്ടിയെ ശശിധരനാക്കുന്നതും എന്തിന്? വയനാട്ടിലെ കടുവാ മരണം അറിഞ്ഞ് ഡൽഹിയിൽ നിന്നും എത്തിയ വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ സഖാക്കൾ കരിങ്കൊടി കാണിച്ചതിൽ തെറ്റില്ല. ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ട ആളാണ് MP. പക്ഷേ പ്രിയങ്കയെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ജനത്തിന് അറിയുന്ന സത്യമാണല്ലോ അവർ താമസം ഡൽഹിയിലാവും എന്ന്. ബനവത്തവാലയെ പോലെയുള്ള അന്യനാട്ടുകാരെ ലോക്സഭയിലേക്ക് അയച്ച പാരമ്പര്യമുള്ള ജനതയാണത്. എന്നാൽ കൊല നടന്ന് 2 ദിവസം കഴിഞ്ഞു പോലും എത്താനാവാത്ത കേരളത്തിലെ വനം മന്ത്രിയെ ജനം എന്തുകൂടി കാണിക്കണം എന്നുകൂടി സഖാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. അമേഠിയും റായ്ബറേലിയും നെഹ്റു കുടുംബത്തെ കൈവിടാൻ എടുത്ത കാലമൊന്നും വയനാടിന് വേണ്ടിവരില്ല എന്ന് പ്രിയങ്ക ഓർക്കുന്നതും നല്ലത്. ജനുവരി 25 കടുവയുടെ ആക്രമണത്തിൽ
രാധ കൊല്ലപ്പെട്ടതറിഞ്ഞ് ജനുവരി 27 തന്നെ പ്രിയങ്ക വയനാട്ടിലെത്തി. കളക്ടറേറ്റിൽ പോയി കളക്ടർ അടക്കമുള്ള അധികാരികളുമായി സംസാരിച്ചു. ഇക്കാര്യത്തിൽ കേരളത്തിന് വേണ്ടത് കേന്ദ്രത്തിന്റെ വന്യമൃഗ സംരക്ഷണ നിയമത്തിലുള്ള ഭേദഗതിയാണ്. അത് സംഭവിക്കുവാനാണ് പ്രിയങ്ക മുൻകൈ എടുക്കേണ്ടത്. അവരുടെ ഇളയമ്മ മേനകാ ഗാന്ധി കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ എല്ലാം മനുഷ്യവിരുദ്ധവും മൃഗങ്ങൾക്ക് വേണ്ടി ഉള്ളതുമാണ്. കേന്ദ്ര സർക്കാർ നിയമം മാറ്റണം. കേന്ദ്ര വനം മന്ത്രി, പ്രധാനമന്ത്രി എന്നിവരെ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം കാണണം. കേരളത്തിലെ നിരത്തിൽ അലയുന്ന നായ്ക്കൾ, കാടിറങ്ങുന്ന വന്യമൃഗം, അവയുടെ കണക്കില്ലാതെ പെരുകുന്ന മൃഗസംഖ്യ, കാട്ടിൽ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് വ്യവസ്ഥയുണ്ടാകണം. മനുഷ്യന് 1-ാം സ്ഥാനം കിട്ടണം. ജനാധിപത്യ മുന്നണി മലയോര സമര പ്രചാരണ ജാഥയുമായി മുന്നേറുകയാണ്. ജനുവരി 27 ആരംഭിച്ച ജാഥ ഫെബ്രുവരി 5 സമാപിക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് 19 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളുണ്ട്. വനം നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ മലയോര കർഷകരുടെ ഹൃദയത്തുടിപ്പുകളാണ് ജാഥ ഉയർത്തുന്നത്. മേപ്പാടിയിൽ വെച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി ജാഥയിൽ സംബന്ധിച്ചു. മലയോര കർഷക വിഷയങ്ങളുമായി സമരമുഖത്തുള്ള PV അൻവറും ജാഥയിലുണ്ട്. പാലക്കാട്ടെ ഇലപ്പുള്ളിയിൽ ആരംഭിക്കുന്നതിന് സർക്കാർ പ്രാഥമിക അനുമതി കൊടുത്ത മദ്യനിർമ്മാണശാല സംബന്ധിച്ച വിവാദം കൊഴുത്തുവരുന്നുണ്ട്. പ്രതിപക്ഷത്ത് മാത്രമല്ല, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായ CPI-യിലും ജനതാദൾ S-ലും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഓന്തോടിയാൽ വേലിയോളം എന്ന് കരുതിയാൽ മതി ഈ പ്രതിഷേധങ്ങളുടെ ഭാവി. എങ്കിലും അവർ എതിർക്കുന്നുണ്ട്. CPI പത്രം ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. ജനതാദളിന്റെ നേതൃയോഗത്തിലും വിമർശനമുയർന്നു. CPI-യിലും ജനതാദളിലും എതിർപ്പുയരുന്ന കാര്യം മനസ്സിലാകാതെയാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പക്ഷം. മഴവെള്ളം സംഭരിച്ചാണ് ഇവിടെ മദ്യമുണ്ടാക്കുന്നത്. അതുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഉണ്ടാവില്ല, അദ്ദേഹം തളിപ്പറമ്പിൽ വിശദീകരിച്ചു. ആർക്കും കാര്യം അറിയില്ലെന്ന സത്യം പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നു. കാരണം ഇക്കാര്യം മന്ത്രിസഭയിലെ ധനകാര്യം, വ്യവസായം, ജലവിഭവം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ പോലും അറിയാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞാണ് നടത്തിയത്. ഇടതുമുന്നണിയിലും ചർച്ച നടത്തിയില്ല. മന്ത്രിസഭാ യോഗത്തിന് കൊടുത്ത കുറിപ്പിൽ ഒയാസിസ് കമ്പനിയെ പ്രശംസിക്കുകയാണ്. ഈ കമ്പനിയുടെ ഉടമ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായതും ഹരിയാനയിൽ ബോർവെല്ലിലൂടെ മലിനജലം ഒഴുക്കിയതും മറച്ചുവെച്ചു സതീശൻ ആരോപിച്ചു. മറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കൂടി പുറത്തു വരുന്നുണ്ട് എന്ന് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. അവസാനം എലപ്പുള്ളിയിൽ ഒയാസിസുകാർ വാങ്ങിയ സ്ഥലം അങ്ങനെ കിടക്കുമോ ആവോ? കോവിഡ് കാലത്ത് നടന്ന PPE കിറ്റ് കച്ചവടത്തിൽ കേരള, കർണാടക സർക്കാരുകൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് CAG നടത്തിയ കണ്ടെത്തലുകളിൽ വല്ലാത്ത രാഷ്ട്രീയം ആരോപിക്കുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്. കേരളത്തിൽ 10.5 കോടി രൂപ അധിക ചെലവ് വരുത്തിയപ്പോൾ കർണാടക 1.3 കോടി അധിക ചെലവ് വരുത്തിയതേ കണ്ടുള്ളൂ എന്നാണ് ഐസക്കിന്റെ സങ്കടം. അദ്ദേഹം പറയുന്ന കണക്കിതാണ്. കേരളം ഇന്ത്യയിലെ കമ്പനികളിൽ നിന്ന് 1550 രൂപയ്ക്ക് 30,000 കിറ്റും 800 രൂപയ്ക്ക് 1.4 ലക്ഷം കിറ്റുമാണ് വാങ്ങിയത്. ശരാശരി 932 രൂപ ചെലവായി. ഇതിന് 10.5 കോടി അധിക ചെലവുണ്ടായി എന്നാണ് CAG കുറ്റപ്പെടുത്തുന്നത്. അതേസമയം കർണാടക ചൈനയിലെ ഒരു കമ്പനിയിൽ നിന്നും 2049.8 രൂപയ്ക്കും വേറൊരു കമ്പനിയിൽ നിന്നും 2104.5 രൂപയ്ക്കും ഓരോ ലക്ഷം കിറ്റുകൾ വാങ്ങി. അധിക ചെലവ് 1.3 കോടി രൂപ. കർണാടകം ചൈനയിൽ നിന്നാണ് കിറ്റ് വാങ്ങിയത്. വിദേശത്തു നിന്നും വാങ്ങുമ്പോൾ കൂടിയ വില കൊടുക്കേണ്ടി വരും. അത് CAGക്ക് അറിയാം. എന്നാൽ കർണാടക വാങ്ങിയ $27 താഴ്ത്തി കോട്ട് ചെയ്ത ചൈനീസ് കമ്പനികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും വാങ്ങാത്തത് കൊണ്ട് കർണാടകയ്ക്ക് 1.3 കോടി രൂപ അധികം ചെലവായി. ഇന്ത്യയിൽ കിറ്റുകൾ കിട്ടുമായിരിക്കെ എന്തേ വിദേശത്തു നിന്നും വാങ്ങി എന്നതാണ് ഇതിലെ വിഷയം. വിദേശത്തു നിന്നും വാങ്ങിയാൽ ഈ തുക കൊടുക്കണം. അക്കാര്യത്തിലും വീഴ്ച വന്നു. ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തവരിൽ നിന്നുമല്ല വാങ്ങിയത്. അതുകൊണ്ട് 1.3 കോടി രൂപ പാഴ്ചെലവായി. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുമ്പോൾ വിമാന ചെലവും ഡെമറേജും കയറ്റിയിറക്ക് ചെലവും ഉണ്ടാകും എന്ന് അറിയുമ്പോഴും
ഇതുമൂലം 4.68 കോടി രൂപ അധിക ചെലവായെന്നും CAG ചൂണ്ടിക്കാണിച്ചു. എന്നാൽ കേരളത്തിൽ കിറ്റ് ഒന്നിന് 550 രൂപയ്ക്ക് കിട്ടുമായിരിക്കെ 1550 രൂപയ്ക്കും 800 രൂപയ്ക്കും വാങ്ങി എന്നതാണ് വിഷയം. അതിലുണ്ടായ നഷ്ടമാണ് CAG ചൂണ്ടിക്കാണിച്ചത്. വിശദീകരിക്കാവുന്ന കാരണം പറയാതെ ഈ കച്ചവടം നടത്തിയതാണ് വിഷയം. സർക്കാർ പറഞ്ഞ ന്യായങ്ങളെല്ലാം CAG തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂർ ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ 65-കാരനായ അമേരിക്കൻ മലയാളി ഭാസ്കര കാർണവരെ വധിച്ച് കേസിൽ 3 ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ട കാർണവരുടെ മരുമകൾ ഷെറിന് ജയിലിൽ 14 വർഷം പിന്നിട്ട കാരണം പറഞ്ഞ് മോചനം കൊടുത്ത സർക്കാർ തീരുമാനം പുതിയ വിവാദമായി. സർക്കാരിനെ സംശയത്തിലാക്കുന്ന വിവാദം. 2009 സംഭവം നടന്നത്. 2010 കോടതി വിധി വന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 20 വർഷമായി ജയിലിൽ കഴിയുന്നവർക്ക് പോലും കൊടുക്കാത്ത ആനുകൂല്യം ഷെറിന് കൊടുത്തത് പലരുടെയും ഇടപെടൽ മൂലമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ആ കഥാപാത്രം മന്ത്രി ഗണേഷ് കുമാർ ആണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആരോപിച്ചു. പണ്ട് സരിതയ്ക്ക് അഭയം കൊടുത്തതും ഗണേഷ് കുമാർ ആയിരുന്നു. ജയിലിൽ ഉപദേശക സമിതിക്കും സർക്കാരിനും ഷെറിന്റെ കാര്യത്തിൽ മാത്രം സങ്കടം വന്നതിലാണ് സംശയം. ഈ കേസിലെ തന്നെ മറ്റു പ്രതികൾ ജയിലിലാണ്. ഗണേഷ് കുമാർ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനുയായി കോട്ടത്തല പ്രദീപും ഇടപെട്ടു, ചാമക്കാല ആരോപിച്ചു. ഭാസ്കര കാർണവർ കേസിലെ പ്രതിക്ക് വേണ്ടി മന്ത്രിസഭ മുൻഗണനകൾ ലംഘിച്ചു. 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെ പിന്തള്ളി. ജയിലുകളിൽ ഷെറിൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അവഗണിച്ചു, ചാമക്കാല പറഞ്ഞു. 3 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. ജയിൽ ഉപദേശക സമിതി ഡിസംബറിൽ ശുപാർശ ചെയ്തു. ഷെറിൻ മാനസാന്തരപ്പെട്ടതായി ജയിൽ ഉപദേശക സമിതി അംഗം MV സരള പറയുന്നു. അവരെ മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പോലീസും റിപ്പോർട്ട് കൊടുത്തു, സരള പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ കഴിയുന്ന ഗ്രീഷ്മയും കയറിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലെ പുറത്തുവരും. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത. കേരള പോലീസിന്റെ നിസ്സംഗതയ്ക്കും പിടിപ്പുകേടിനും ഏറ്റവും പുതിയ ഉദാഹരണമാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കുപ്രസിദ്ധനായ ചെന്താമര. അതുപോലെ പോലീസിന്റെ പക്ഷപാതത്തിനും നിഷ്ക്രിയത്വത്തിനും സാക്ഷ്യമാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൗൺസിലർ കലാരാജു. പോത്തുണ്ടി തിരുത്തൻപാടം ബോയൻ കോളനിയിൽ 58-കാരനായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് ചെന്താമര കൊന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊന്ന കേസിൽ തടവിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാണ് 2 പേരെ കൂടി കൊന്നത്. 5 പേരെ കൊല്ലാൻ പരിപാടി ഉണ്ടായിരുന്നതായാണ് അയാൾ പറഞ്ഞത്. പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നുവെന്നും തങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു എന്നുമുള്ള പരാതികൾ പോലീസ് കൈവശം ഉള്ളപ്പോൾ തന്നെയാണ് പരാതിക്കാരെ പ്രതി കൊന്നത്. ഈ ജീവനുകൾക്ക് പോലീസ് ജീവനം ഉത്തരം പറയുമോ? ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത്തരക്കാരെ സർവീസിൽ നിന്നും പുറത്താക്കുകയല്ലേ വേണ്ടത്? സംരക്ഷണം കൊടുക്കുവാൻ കോടതി വിധി ഉണ്ടായിട്ടും പോലീസിന്റെ കൺമുമ്പിൽ നിന്നും കലാരാജുവിനെ CPM-കാർ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയവർക്ക് പാർട്ടിയുടെ പ്രശംസയും കിട്ടി. മാത്രവുമല്ല, കലയുടെ മകനെതിരെ കള്ളക്കേസും കൊടുത്തു. പരാതിയിൽ പറയുന്ന സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്ന് തെളിയിക്കാനായതുകൊണ്ട് കേസെടുത്തില്ല. എല്ലാ സംവിധാനങ്ങളും ദുരുപയോഗിക്കപ്പെടുകയാണ്. പണമുള്ളവർക്കും സ്വാധീനമുള്ളവർക്കും കേസ് തമാശയാണ്, അല്ലാത്തവർക്ക് വല്ലാത്ത തലവേദനയും. ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട കണ്ണൂർ ADM നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കേസ് CBIക്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബാബുവിന്റെ കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചു. പ്രതിയായ PP ദിവ്യയ്ക്ക് ഭരണപക്ഷത്തുള്ള സ്വാധീനം അടക്കം കണക്കിലെടുത്തുമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയോട് അഭ്യർത്ഥിച്ചത്. കണ്ണൂർ കളക്ടറും സാക്ഷി പ്രശാന്തനും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന പരാതി കേരള പോലീസ് അന്വേഷിച്ചില്ല. കളക്ടറുടെ കോൾ ഡേറ്റയും ഓഫീസിന് മുന്നിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചില്ല. ബന്ധുക്കൾ എത്താതെ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടതാണ്, കളക്ടറെ അറിയിച്ചതാണ്. എന്നിട്ടും തിരക്കിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. സർക്കാരിനും കളക്ടർക്കും CPM-നും എല്ലാം തലവേദന ഉണ്ടാക്കുന്ന സങ്കടങ്ങളാണ് അപ്പീലിലുള്ളത്. CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് തന്നെ സംശയം ജനിപ്പിക്കുന്നു. ഏതായാലും സർക്കാരിനെതിരെ പൊട്ടാവുന്ന പല ബോംബുകളും പുകയുന്നുണ്ട്.
ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.